തന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ 4 ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ റൈറ്റ് ആംഗിൾഡ് ഏതാണ് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഷേപ്പാണ്. ഈ ഒരു ഷേപ്പ് ഉള്ളത് ഇതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഇനി അടുത്തത്, വിച്ച് മെഷേഴ്സ് ഗീവ് ക്യാൻ ബി ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതെന്താണ് ഉത്തരം ഡി ആണ്. എന്താണ്? ഇനി അടുത്ത ചോദ്യം, ഇഫ് ദ മെഷർ ഓഫ് വൺ ഓഫ് ദ ടു സ്മോളർ ആംഗിൾ ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഈസ് 40 ഡിഗ്രി, ദെൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ അതർ ആംഗിൾ. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഈ വശം എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. പിന്നെ അതിൽ ഒരു വശം ഒരു കോണ് 40 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദെൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് അതർ ആംഗിൾ. അപ്പോൾ മറ്റേ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമ്മൾ 90 പ്ലസ് ഇത് രണ്ടും കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 90 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 130, 130. അപ്പം നമ്മൾ 180 ആണ് മൊത്തം ആംഗിളിൻ്റെ സമ്മം. അപ്പം 0.5. അപ്പോൾ എത്രയാണ് ആൻസർ? 50 ഡിഗ്രിയാണ്. അപ്പോൾ 50 ഡിഗ്രിയാണ് ആൻസർ. ഓക്കെ, ഇനി ട്രയാങ്കിൾ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 15 സെൻറ്റിമീറ്ററും ഇവിടെ 8 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലെങ്ത് ഓഫ് എ സി ആണ് നമുക്ക് കണ്ടത്. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ സൈഡാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സ്ക്വയറും നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ 15 സ്ക്വയർ + 8 സ്ക്വയർ. അപ്പോൾ 15 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 15 സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. ഇത് രണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 289 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 289ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എത്രയാണ്? 289ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 17 സെൻറ്റിമീറ്റർ. 17 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ എത്രയാണ്? 17 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1 ഗ്രാം ഗോൾഡ് കോസ്റ്റ് 5800. 1 ഗ്രാം ഗോൾഡ് എന്ന് പറയുന്നത് അത് എത്രയാണ്? 5800. 5800 ആണ്. ഓക്കെ, 5800. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഗോൾഡ് കോയിൻ 4 grams? 4 grams ഗോൾഡിൻ്റെ കോസ്റ്റ് എത്രയാണ്? അപ്പോൾ 1 ഗ്രാമിന് 5800 ആണ്. അപ്പോൾ 4 ഗ്രാം എത്ര ആയിരിക്കും? അപ്പോൾ നമ്മൾ 4 കൊണ്ടാണ് ചെയ്യേണ്ടത്. 400 4 × 8 32. അപ്പോൾ നമ്മൾ 32ൽ 2 ഇവിടെ എഴുതി 3 ബാലൻസ് ആണ്, അതവിടെ വെച്ചു. 5 × 4 എന്ന് പറഞ്ഞാൽ 20ൻ്റെ കൂടെ നമ്മൾ ഈ ബാലൻസും കൊടുക്കണം. അപ്പോൾ 23. അപ്പോൾ നമ്മുടെ ആൻസർ ആണ് 23,200 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2% given for this gold coin, how much amount will be reduced in price? അപ്പോൾ നമ്മൾ 23,200 രൂപ, അതെ 23,200 റുപ്പീസിന് നമ്മൾ ഗോൾഡ് വാങ്ങി, 4 ഗ്രാം ഗോൾഡ് വാങ്ങി. അപ്പോഴാണ് അയാൾ പറഞ്ഞത് 2% ഡിസ്കൗണ്ട് നിങ്ങൾക്കുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഡിസ്കൗണ്ട് എത്രയാണ്? അപ്പോൾ 2/100 കാണുക. ഓക്കെ, 2% 2% ആണ് പറഞ്ഞത്. അപ്പോൾ 2/100. അപ്പോൾ നമ്മൾ 0യും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? ഈ 232 × 2 ചെയ്താൽ നമുക്ക് 464 കിട്ടും. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് എത്രയാണ്? 464. ഓക്കെ, ബി ക്വസ്റ്റ്യനും കിട്ടി. ഇനി അടുത്തത് 10% മാനുഫാക്ചറിങ് ചാർജ് വാസ് പെയ്ഡ് ഫോർ ബാങ്കിൾ ഓഫ് 4 grams. ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് ദ ബാങ്കിൾ ഇൻക്ലൂഡിങ് ദ മാനുഫാക്ചറിങ് ചാർജ്? അപ്പോൾ ഒരു ബാങ്കിൾ വാങ്ങി, 4 ഗ്രാമിൻ്റെ ബാങ്കിൾ നമ്മൾ 23,200 രൂപ, 23,200 റുപ്പീസിന് വാങ്ങി. അപ്പോൾ 10%, 10% ആണ് നമ്മൾ അതിന് പണിക്കൂലി മാനുഫാക്ചറിങ് ചാർജ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ 10% കാണണം. അപ്പോൾ നമ്മൾ 0 കട്ട് ചെയ്തു. അപ്പോൾ എത്രയാണ് മാനുഫാക്ചറിങ് ചാർജ്? എത്രയാണ്? 2,320. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ചാർജ് മാത്രം കണ്ടുപിടിച്ചപ്പോൾ നമ്മളോട് ചോദിച്ചത് ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് ഫോർ ബാങ്ക് ഇൻക്ലൂഡിങ് ചാർജ്, മാനുഫാക്ചറിങ് ചാർജും കൂടി രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ വില 23,200 ആണ്. മാനുഫാക്ചറിങ് ചാർജ് 2,320 ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം 2, 3, 2, 5, 5, 2. അപ്പം നമ്മുടെ ആൻസർ എത്താണ്? 25,520 ആണ് നമ്മൾ മൊത്തത്തിൽ സ്വർണ്ണമാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്പേഴ്സ് ഇൻ ദ റെക്ടാങ്കിൾ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 9 ആണ്. 9 ആണ് ലാർജസ്റ്റ് നമ്പർ. ഇനി വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? -12 ആണ്. -12 ആണ് സ്മോളസ്റ്റ് നമ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, write an operation using any two numbers given the
rectangle to get -10 as answer. -10 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടണം. അങ്ങനെ ഏതെങ്കിലും 2 നമ്പേഴ്സ് ഒരു ഓപ്പറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ -10 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -12 + 2. ഓക്കെ, -12 + 2 ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? -10 കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ആൻ ഓപ്പറേഷൻ ടു ഗെറ്റ് 6 ആൻഡ് ആൻസർ യൂസിങ് എനി 2 നമ്പർ ഗിവൺ ദ റെക്റ്റാങ്കിൾ. അപ്പോൾ നമ്മൾ ഇനി 6 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? -3 + 9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ഹാസ് ദ ആൻസർ 0? ഇതിൽ 0 കിട്ടുന്ന ഓപ്പറേഷൻ ഏതാണ്? നെഗറ്റീവും പോസിറ്റീവും അല്ലേ? -5 +5 കൂട്ടിയാൽ എത്ര? നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ ആക്ടിവിറ്റി 3 നമ്മൾ ചെയ്തു. ഇനി ആക്ടിവിറ്റി 4 ആണ്. ഇവിടെ നോക്കൂ, 2 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്. സം ഓഫ് ദി ഡിജിറ്റ്സ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ദ 2 ഡിജിറ്റ്സ് നമ്പർ ആൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. ഇവിടെ 29. ഇനി സം ഓഫ് ദ ഡിജിറ്റ്സ് എന്താണ്? 2 + 9 അല്ലേ? 2 + 9 എന്ന് പറയുന്നത് 11. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 29 - 11 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 - 1 8. ഓക്കെ, 1. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 18. ഇനി അടുത്ത് നോക്കൂ, 73ൻ്റെ സം എത്രയാണ്? 7 + 3 10. ഇനി 73ന്ന് 10 മൈനസ് ചെയ്താൽ എത്രയാണ്? 73ന്ന് 10 മൈനസ് ചെയ്താൽ 63 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഒക്കെ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ആൻസർ ഒബ്റ്റൈൻഡ് വെൻ ദ സം ഓഫ് ദ ഡിജിറ്റ് സബ്സ്ട്രാക്ട് ഫ്രം ദ ഗിവൺ 2 ഡിജിറ്റ്സ് നമ്പർ? അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സമ്മിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു സമ്മിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം കിട്ടി, രണ്ടാമത് കിട്ടിയത് 80 ആണ്, മൂന്നാമത് 60 ആണ്. അപ്പോൾ ഇതെന്താ? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ പെക്യുലാരിറ്റി എന്താണ്? ഇതിൻ്റെ സ്പെഷ്യൽ എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 9. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 9 എഴുതാം. What will you get if you subtract the sum of 2 digits from the 2 digits and denote 10x plus y? അതിൻ്റെ 10x plus y എന്ന്, അതായത് 10x plus y. ഓക്കെ, ഇന്ന് മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താ മൈനസ് ചെയ്യേണ്ടത്? 2 ഡിജിറ്റ് നമ്പർ, അതായത് x plus y. അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ എത്ര കിട്ടുന്നത്? 9x ആണ് കിട്ടുന്നത്. ഓക്കെ, 9x ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Activity 4. The table gives the information regarding various types of records starting your office last year. അപ്പോൾ പൈ ഡയഗ്രം ഉണ്ടാക്കാനാണല്ലേ? പൈ റെപ്രസെൻറ്റേറ്റീവ് ബസ് 10 ആണ്, കാർ 25 ആണ്, ഓട്ടോറിക്ഷ 15 ആണ്, 2 വീലർ 40 ആണ്, അതേഴ്സ് 40 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ പൈ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഏതായിരിക്കും? 2 വീലറാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ 2 വീലർ 40, അതേപോലെ തന്നെ 25 കാർ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കാർ ഷെയ്ഡ് കൊടുത്തിട്ട് കാർ ഏതാണ് അതൊക്കെ എഴുതാൻ മറന്നു പോയിട്ടില്ലല്ലോ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാൻ നോട്ട് ബി ദ മെഷർ ഓഫ് ദ ട്രയാങ്കിൾ? ഇതിൽ ട്രയാങ്കിളിൻ്റെ മെഷർ ആകാൻ ചാൻസ് ഇല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ചാൻസ് ഇല്ലാത്തത് ഏതാണ്? ഇതാണ്, അതായത് ഓപ്ഷൻ ഡി ആണ് ചാൻസ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഇവിടെ 5 + y എന്ന് പറഞ്ഞാൽ 10. 10 7 എന്താണ്? 7 കുറവാണ്. ഇവിടെ നോക്കൂ, 8 - 7 അതും കുറവാണ്. ഓക്കെ, 7 7 45. ഓക്കെ, ഇവിടെയും സ്മോളർ ആണ്. ഇവിടെ നോക്കൂ, 3 + 3 6 അല്ലേ? 3 + 3 6. 6നെക്കാട്ടും കൂടുതലാണ് 7. അപ്പോൾ ഇതാണ് ആവാൻ ചാൻസ് ഇല്ലാത്തത്. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ XYZ XY = 7 cm, YZ 6 cm, ആംഗിൾ SYZ 65 ഡിഗ്രി, കൺസ്ട്രക്ട് ദ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവില്ല എല്ലാവരും. അപ്പോൾ XY ആദ്യം വരയ്ക്കുക. ഓക്കെ, 7 cm, പിന്നെ YZ ആണ് വരയ്ക്കേണ്ടത്. അത് നിങ്ങൾ 6 cm വരച്ചിട്ട് XYZ ഇവിടെ നിന്ന് 65 ഡിഗ്രി നിങ്ങൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക, എന്നിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? ഏതാണ് ഇതിൽ തെറ്റായത് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൽ എ പ്രൈം നമ്പർ ഹാസ് 2 factors. The product of 2 different prime numbers has 3 factors. The number of factors of a program is an odd number. All composites have more than 2 numbers. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. ഇതിൽ തെറ്റ് ഏതാണ്? ബി ആണ് ഇതിൽ തെറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2⁵. 2⁵ ഫാക്ടേഴ്സിൻ്റെ എണ്ണമാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 2⁵. ഇവിടെ എത്രയാണ്? ഇതെത്രയാണ്? 5 അല്ലേ ഉള്ളത്? 5 + 1 ദാറ്റ് ഈസ് 6. ഓക്കെ, അപ്പോൾ 6 ആണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. 6 ആണ്. ഇനി ഇതിൻ്റെ ഫാക്ടർ എത്രയായിരിക്കും? ഇതിൻ്റെ എത്രയാണ്? 5 ആണുള്ളത്, മറ്റേത് 4 ആണുള്ളത്. ഓക്കെ, ഇത് 5 ആണ്, 2⁵ ആണ്. അപ്പോൾ
5നോട് 1 കൂട്ടി. ഓക്കെ, 5നോട് 1 കൂട്ടി, അപ്പോൾ 6. ഇനി ഇത് എത്രയാണ്? 3/4 ആണ്. അപ്പോൾ 4നോട് 1 കൂട്ടി, അപ്പോൾ എത്രയാണ്? 5. അപ്പോൾ 6 × 5 ദാറ്റ് ഈസ് 30. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 30. ഓക്കെ, 30. ഓക്കെ, പെട്ടെന്ന് പറയുകയാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? 2/5 × 3/4 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ വിച്ച് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. ആവറേജ് സ്പീഡ് ഓഫ് 4 km/h. ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ട്രെയിൻ ട്രാവൽ ഇൻ 5 hours? 5 hours ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഒരു അവർ എത്രയാണ്? ഒരു അവറിൽ 54 കിലോമീറ്റർ ആണ്. അപ്പോൾ 5 hours കാണാൻ എന്താ ചെയ്യുന്നത്? 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 5 × 4 20, ബാലൻസ് 25 അപ്പോൾ 2 കിലോമീറ്റർ ആണ് ആൻസർ. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 സെക്കൻഡ്? 1 സെക്കൻഡ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? അപ്പോൾ 5400 km/h ആണ്. അതിന് നമ്മൾ ഇങ്ങോട്ട് ചെയ്ത് ഇൻറ്റു ചെയ്ത് 3600 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതായത് 1 സെക്കൻഡ് ആണ് നമുക്ക് കാണുന്നത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഇത് ചെയ്താൽ 15 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 15 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ട്രെയിൻ ഈസ് 1 മീറ്റർ ഈസ് ലോങ്. ഹൗ മച്ച് ടൈം ഡസ് ദ ട്രെയിൻ ടേക്ക് ടു പാസ് ആൻ ഇലക്ട്രിക് പോസ്റ്റ്? ഇപ്പം 180 ഡിഗ്രിയാണ്. ഇലക്ട്രിക് പോസ്റ്റിനെ പാസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു? എത്ര എടുക്കും? 180 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഈസ് 180 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഈസ് 12 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 15 എവിടെ കിട്ടി? ഇത് നമ്മൾ 1 സെക്കൻഡിൽ എത്ര കവർ ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിച്ചാണ്. അതിൽ 15 മീറ്റർ നമുക്ക് ആ മീറ്ററിനെയാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു അടിമ തന്നെയായിരുന്നു. വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3, ആക്ടിവിറ്റി 4, 5 ഒക്കെ സിമ്പിൾ ആണ്. പ്രയാസ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പ്രതീക്ഷിക്കാൻ.